ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേക്ക്വെൽ വരെ പോവുകയാണ്. ഇവിടെ നമ്മുടെ ഷെഫീൽഡിൻ്റെ അടുത്ത് തന്നെ. സോ ഇടയ്ക്കൊക്കെ നമുക്കൊരു റിലാക്സേഷനും റിലീഫൊക്കെ വേണ്ടേ, എന്നും ഈ ജോലി ഇതൊക്കെ ആയിട്ട് പോരല്ലോ. സോ ഇന്ന് ബേക്ക്വെൽ പോകാമെന്ന് ഓർത്തു. മഴക്കാറുണ്ട്, നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാലും ഓക്കെ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് പോയി. നല്ല എൻജോയ് ചെയ്തു. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പം ഞാൻ കുറേ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിട്ടുണ്ട്, കുറേ പേരൊക്കെ അവിടെ പോയത്. നല്ലൊരു ഈവനിങ് വാക്കോ അല്ലെങ്കിൽ ഞങ്ങൾ ഏർലി മോർണിംഗാണ് പോയത്. സോ ആ ഒരു ടൈം എപ്പോൾ വേണേലും പോയാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബേക്ക്വെല്ല്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നമ്മൾ ബേക്ക്വെല്ലിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു പബ്ലിക് കാർ പാർക്കാണ്. അപ്പോൾ ഇവിടെ അപ് ടു 2 hours £3 അങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ പേയ്മെൻറ്റ് നടത്തണ്ട, പോകാൻ നേരത്താണ്. ഇവിടെ ക്യാമറ ഉണ്ട്, അപ്പം നമ്മൾ എത്ര അവേഴ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തു എന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഇത് പറയുന്ന അനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റൊക്കെ നടത്തിയാൽ മതി പോകാൻ നേരത്ത്, അറൈവലിനല്ല പോകാൻ നേരത്ത്. ബദേക്കാസ് സ്പ്രിംഗ് എന്നായിരുന്നു ബേക്ക്വെല്ലിൻ്റെ ആദ്യത്തെ പേര്. പിന്നെ 14th സെഞ്ച്വറിയിലാണ് അത് ബേക്ക്വെൽ എന്നായത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഈ ഒരു പാർക്കിലാണ് നമ്മൾ ആദ്യം പോയത്. അടിപൊളി വ്യൂ ആയിരുന്നു. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. പിന്നെ ഈ രാവിലെ പെറ്റ്സൊക്കെ ആയിട്ട് നടക്കാൻ ഇറങ്ങുന്നില്ലേ, അങ്ങനെയുള്ള കുറേ പേരെ കണ്ടു. അവർ മോർണിംഗൊക്കെ വിഷ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ എന്താ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴയൊന്നും പെയ്തില്ല. പിന്നെ നമ്മൾ ഈ പാർക്കിൽ കൂടെ കുറേ നടന്നു. നമ്മളിത് ഫീഡ് ചെയ്യുന്ന ഓർത്താന്ന് തോന്നുന്നു. ഇവർ കുറേ പേര് എൻ്റെ അടുത്തോട്ട് വന്നായിരുന്നു, പക്ഷെ നമ്മൾ ഫീഡ് ചെയ്യാനുള്ള ഇതിലൊന്നും അല്ല പോയത്. ഇത് കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള. ഇത് ബേക്ക്വെൽ ബ്രിഡ്ജാണ്. ഈ കേസ് ഇങ്ങനെ ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരാളുടെ കൂടെ പോകുന്നതെങ്കിൽ അവർ നമ്മുടെ ഇനീഷ്യൽസ് പേരൊക്കെ എഴുതിയിട്ട് പാഡ് ഇതുപോലെ ചെയ്തിട്ട് ആ ബ്രിഡ്ജിൽ ഇത് ലോക്ക് ചെയ്ത് കീ ആ പുഴയിലോട്ട് റിവറിലോട്ട് ഇങ്ങനെ എറിയുന്ന അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ അവിടെ. സോ ഇതാ കുറേ പേര് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അച്ഛനാകാം, അമ്മയാകാം, ഇഷ്ടമുള്ള ആരും ആകാം. അങ്ങനെ നല്ല അടിപൊളി വ്യൂ ആട്ടോ അത്. പിന്നെ അവിടെ മാപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബേക്ക്വെൽ ഫുൾ എന്തൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതിൻ്റെ ടൗൺ മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്ക് എവിടെയാണ്, ബ്രിഡ്ജ് എവിടെയാണ്, ആ റിവർ, ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്താൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങോട്ടൊക്കെ നടക്കണം എന്നൊക്കെയുള്ള പാർക്കിങ് കാര്യങ്ങൾ ഫുൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നോക്കി ഞാൻ ആ പാർക്കിൽ കൂടെ ഒക്കെ കുറേ നടന്നു. പണ്ടത്തെ സെൻസസൊക്കെ അനുസരിച്ച് ഇവിടെ കുട്ടികളായിരുന്നു ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ നോക്കുമ്പം. ഭയങ്കര ചെറിയൊരു വില്ലേജാണല്ലോ ഈ ബേക്ക്വെൽ എന്ന് പറയുന്നത്. അപ്പം കുട്ടികളായിരുന്നു ഇവിടുത്തെ കുറേ പോപ്പുലേഷൻ്റെ ഒരു പകുതി, 3/4 കുട്ടികളായിരുന്നു. ഇപ്പം അവിടെ നോക്കുമ്പോൾ ഞാൻ യങ് ആയിട്ടുള്ള പിള്ളേരെ ആരെയും കാണാറില്ല, എല്ലാവരും നല്ല പ്രായമുള്ളവരെ മാത്രമാണ് ഞാൻ കണ്ടത്. പിന്നെ അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി കാഴ്ചയും കൂടെ കണ്ടു കേട്ടോ. ഒരു തറവാണ് എന്താണെന്നറിയത്തില്ല, അതും അതിൻ്റെ മക്കളൊക്കെ. ഞാൻ അടുത്തോട്ട് പോയപ്പോഴത്തേക്കും അവരാ പുഴയിലിറങ്ങി. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ, നല്ല രസമായിരുന്നു. ഞാൻ കുറേ നേരം അതിങ്ങനെ നോക്കി നിന്ന് കേട്ടോ. എന്ത് രസമാണെന്നറിയോ. ബേക്ക്വെല്ലിന് ഒത്തിരി ഹിസ്റ്ററി പറയാനുണ്ട് കേട്ടോ. ചെറിയൊരു ഗ്രാമമാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ ഹിസ്റ്ററിയിൽ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത് അങ്ങനെയുള്ള കുറേ പേരൊക്കെ അതുവഴി ട്രാവൽ ചെയ്യുകയും അവരൊക്കെ ഈ സ്ഥലത്തിന് ഓരോ പേരിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫണ്ണായിട്ടുള്ളതും അല്ലാതെയുള്ള കുറേ ഹിസ്റ്ററി ഉണ്ട് അവിടെ. പിന്നെ ഇത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നോർത്ത് ആ പാർക്കൊക്കെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടു. നല്ല ഹാപ്പി മൂഡിൽ ഇങ്ങനെ അതുവഴിയെല്ലാം നടന്നു. പിന്നെ വീണ്ടും നമ്മൾ പുറത്തിറങ്ങി. പിന്നെ കുറച്ച് ആ സിറ്റി ഏരിയയിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് ഓർത്തു. അങ്ങനെ നടന്നപ്പോൾ ഒരു പള്ളി കണ്ടു കേട്ടോ. അത് പക്ഷേ ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ കയറാൻ നോക്കി, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. പിന്നെ ജസ്റ്റ് പുറത്തു നിന്ന് അതൊക്കെ നോക്കിയിട്ട് പിന്നെ നടക്കാമെന്ന് ഓർത്തു. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് നടന്ന് അപ്പോഴാണ് നമ്മളിവിടെ ഒരു ഗാർഡൻ കണ്ടത്. ആ പൂക്കളൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നി. അപ്പോൾ ഓർത്തു ഈ ഗാർഡനിലൊന്ന് കയറാമെന്ന്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഓൾഡ് മ്യൂസിയം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും കയറാൻ നമുക്ക് ടൈമില്ലായിരുന്നു. പക്ഷേ ഈ ഗാർഡനിൽ കയറാമെന്ന് ഓർത്തു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ.
പിന്നെ സമ്മറായി കഴിഞ്ഞാൽ പറയണ്ടല്ലോ, ഇവിടെ എവിടെ നോക്കിയാലും പൂക്കളായിരിക്കും, അതും നല്ല കളറിൽ. മ്യൂസിയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു സർക്കസ് നടന്നായിരുന്നു. അതിൽ പോളെന്ന് പേരുള്ള ഒരു ആന പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിനെ ഇവർ ഷൂട്ട് ചെയ്തു. അതിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കയറാനുള്ള ടൈമില്ലായിരുന്നു. അവർ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഓൾഡ് മ്യൂസിയം, ടോയ്ലറ്റ് കാര്യങ്ങൾ അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റോട്ടറി ക്ലബിൻ്റെ എന്തോ സംഭവമാണ്. ഈ റോട്ടറി ക്ലബ്ബ് നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഈ ഗാർഡനിൽ മാത്രമേ കയറിയുള്ളൂ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്തു. എന്താ രസമല്ലേ. ഇതിപ്പം ഇനി എൻ്റെ കുറച്ച് പ്രഹസനം കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്താ, അവിടെ നിന്ന് നടന്ന് നമ്മളൊരു പള്ളി കണ്ടു, അവിടെ കയറി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഹാരി പോട്ടർ മൂവിയില്ലേ, അതിലെ എന്തോ സെറ്റ് ഇട്ട പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഈ കല്ലറകളിലൊക്കെ അവർ മരിച്ച ഇയർ കൊടുത്തിട്ടുണ്ട്. 1700, 800 ആ കാലഘട്ടത്തിൽ മരിച്ചുപോയ ആൾക്കാരുടെയാണ് കേട്ടോ. സോ അത്രയും പഴക്കമുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ ചുറ്റും നമ്മളൊന്ന് നടന്നു. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങ് പോന്നു. ഒരു മണിക്കൂർ 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ പോകുന്ന വരുന്ന വഴി ഒന്നും പറയണ്ടല്ലോ, അതും കാണാൻ അടിപൊളിയാണ്. ഓരോ സ്പോട്ടൊക്കെ ഉണ്ട്, വേണേൽ നമുക്ക് കാറ് ജസ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് സ്ഥലങ്ങളൊക്കെ കാണാം. അങ്ങനെയൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് നിർത്തി, കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. സോ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി. കുറേ ആടുകളും അവരുടെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏത് നിമിഷവും മഴ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എല്ലാ ആടിൻ്റെ കൂടെയും കുട്ടിയാടുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. നല്ല സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പം നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ളവർക്കാണെങ്കിലും ദൂരമുള്ളവരാണെങ്കിലും ബേക്ക്വെല്ലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം. ബൈ.